9 പേരയച്ച്. ഞാൻ അവളോട് പറഞ്ഞു പോകാൻ ബോഡി മിനി. ഞങ്ങൾക്ക് ആദ്യം അലോക്കേറ്റ് ചെയ്തിരുന്ന ഗൈഡ് ആ ചേച്ചി കുറച്ച് വയ്യാഴിക കാരണം വരുന്നില്ലെന്ന് പറഞ്ഞ് പകരം വേറൊരു ഗൈഡാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ വരുന്നത്. മറ്റേ ചേച്ചി മല കയറിയിട്ട് കുറച്ചധികം നാളുകളായെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിവേ ഞങ്ങൾ 9 പേരും ഗൈഡ് ചേച്ചിയും കൂടെ ചേർന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. ഏകദേശം 10:30 മണിയായിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ ഒന്ന് വെയിലായി വരുന്നുണ്ട്. വെയിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും നല്ല തണുത്ത കാറ്റുണ്ട്. അതാണ് ഈ ഒരു മലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ട്രക്കിങ്ങിലെ ആദ്യത്തെ 3 കിലോമീറ്റർ നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. ഫോറസ്റ്റിൽ ഉടനീളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇടുന്നില്ലെന്ന് അവർ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ പോകുന്ന വഴി ആദ്യം ഒരു ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പകല് കറണ്ട് ഇല്ല അതിൽ. വൈകുന്നേരം ഒരു 5 മണിക്ക് എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഒരു 6 മണിയൊക്കെ ആകുമ്പം ഫെൻസിൽ കറണ്ട് പാസ് ചെയ്യും. ഇവിടെ ആനിമൽസൊക്കെ ഉള്ളതാണ് അറൗണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ആനച്ചോല എന്നൊക്കെ പറയുന്ന ഒരു മലയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് മൊത്തം ആനകളുള്ളതാണ്. ഈ ഒരു ബാണാസുര ട്രെക്കിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ടും 3 മലകളാണ് പോകാനുള്ളത്. അതിലാദ്യം ഞാൻ പറഞ്ഞ പോലെ 3 കിലോമീറ്റർ ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ചൊരു പുൽമേടുകളിൽ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് നമ്മൾ ആദ്യം കാറ്റുകുന്ന് എന്ന് പറയുന്ന ഒരു മലയിൽ കയറും. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ സായിപ്പുകുന്ന് കയറി ഏറ്റവും ഹയസ്റ്റ് പോയിന്റുള്ള ആനച്ചോല എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ വരെയാണ് നമുക്കിപ്പോൾ പോകാൻ പറ്റുക. അതിനപ്പുറത്തോട്ട് പണ്ടൊക്കെ പോകുമായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം മാവോയിസ്റ്റ് ആക്ടിവിറ്റിയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ പോയിന്റിലോട്ടൊന്നും പോകാൻ പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് ആനച്ചോല വരെ പോയിട്ട് അവിടുന്ന് റിട്ടേൺ വരണം. വൈകുന്നേരം 5 മണിക്കുള്ളിൽ എന്തായാലും തിരിച്ച് ഇറങ്ങണം എന്നാണ് ഇവിടുത്തെ റൂളുള്ളത്. അതിനപ്പുറം സമ്മതിക്കത്തില്ല. നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ മാക്സിമം ഒരുമിച്ച് പോകാനാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. പോകാനും തിരിച്ചു വരാനാണെങ്കിലും ഒറ്റപ്പെട്ട് യാത്ര ചെയ്യരുതെന്ന് ഇവർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും സ്ലോ ആയ ആദ്യം പോകുന്നവർ അവർക്ക് വേണ്ടി ഒരു പോയിന്റ് എത്തി വെയിറ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബ്രേക്ക് കിട്ടുന്നുണ്ട് ഇടയ്ക്ക്. നമ്മൾ കണ്ടിന്യൂസ് ഒറ്റയടിക്കത് കയറാൻ നിന്ന് നമ്മുടെ ഹാർട്ട് റേറ്റും കൂടും. നമ്മൾ ഭയങ്കരമായിട്ട് മടുത്തു പോകും. ഒരു ഏർലി മോർണിംഗ് ടൈമാണ് കയറുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കറക്റ്റായിട്ട് കിട്ടത്തില്ല കോട ഒത്തിരി ഉണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം ഒരു മിക്സഡ് കണ്ടീഷനാണ് എപ്പോഴും നല്ലത്. കുറച്ച് കോടയും അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ചെല്ലുമ്പം കോട കുറവാണെങ്കിൽ നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ബാണാസുര മലയുടെ താഴെയായിട്ടാണ് ബാണാസുര ഡാമിൻ്റെ റിസർവോയർ വരുന്നത്. അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇത്രയും ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റും. വെസ്റ്റേൺ ഘാട്സിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലകളിലൊന്നാണ് ബാണാസുര ഹിൽസ്. ചെമ്പ്ര ഹിൽസ് എന്ന് തോന്നുന്നു വയനാട്ടിലെ ഏറ്റവും ഹയസ്റ്റ്. അത് കഴിഞ്ഞാൽ പക്ഷേ ബാണാസുരയാണ്. പക്ഷേ ചെമ്പ്രയിൽ ഇപ്പം നമുക്ക് ഏറ്റവും മുകളിൽ വരെ ട്രെക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നമുക്കിപ്പം വയനാട്ടിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ബാണാസുര ഹിൽസിലെ ആനച്ചോലയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആദ്യത്തെ 3 കിലോമീറ്റർ ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ഈ ഒരു മലകളുടെ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ പറ്റി നമുക്ക് ഇവിടുത്തെ ഗൈഡ് ചേച്ചിയോട് കൂടുതലായിട്ട് ചോദിക്കാം. ഹായ്, ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? ഓക്കെ. ഈ ട്രെക്കിംഗ് ശരിക്കും എത്ര മണിക്കാണ് തുടങ്ങുന്നത്? ഒത്തിരി പേര് വന്നിട്ട് പോസ്റ്റ് ആയിട്ട് തിരിച്ചു പോകാറൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടോ. രാവിലെ ഒരു 8 മണിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യും ഇവിടുന്ന്. 8 മണിയല്ലേ? ഓക്കെ ഓക്കെ. ഒരു 11:30 വരെയൊക്കെ ടിക്കറ്റ് കൊടുക്കും. ഇവിടെ ടിക്കറ്റ് ചാർജ് എങ്ങനെയാ വരുന്നത്? ടിക്കറ്റ് ചാർജ് 4000 രൂപയാണ് 5 പേരടങ്ങുന്ന ഒരു ടീമിന്. 5 പേരുടെ ഗ്രൂപ്പിനല്ലേ? ഓക്കെ ഓക്കെ. ഈ ഫോറിനേഴ്സിനാണെങ്കിൽ പിന്നെ 7000 വരെ ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട്. ഇത് എത്ര നേരം വേണം മൊത്തം കയറി ഇറങ്ങാൻ ഏകദേശം? അത് നമ്മള് ആളുകൾ കയറുന്നതിനനുസരിച്ചാണ്. സ്പീഡാക്കി കയറുവാണെങ്കിൽ ഒരു 1.5-2 മണിക്കൂറും കൊണ്ട് ഫുള്ള് കയറി നമുക്ക് തീരും. 1.5 മണിക്കൂറും കൂടെ ഒക്കെ കയറി തീരും. 6 കിലോമീറ്റർ ആണ് ഒരു സൈഡിലുള്ളത്. തിരിച്ചു ഇങ്ങോട്ടും 6 കിലോമീറ്റർ ആണ്. മൊത്തം 12 കിലോമീറ്റർ അല്ലേ? ഈ ഒരു പീക്കിന്റെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ? പ്രത്യേകത എന്ന് പറഞ്ഞാല് അങ്ങനെ ഒത്തിരി അപകട മേഖലയുള്ള സ്ഥലമല്ല. പിന്നെ മൃഗങ്ങള്, ആന, മാന് അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളുള്ളൊരു സ്ഥലമാണ്. ധാരാളം പക്ഷികളൊക്കെയുള്ള സ്ഥലമാണ്.
പിന്നെ ഇതുവരെയും ഒരു അപകടങ്ങളൊന്നും ഇവിടെ കയറിയ ആളുകൾക്ക് ആർക്കും സംഭവിച്ചിട്ടില്ല. ഒരു സുരക്ഷിത പിന്നെ ഗൈഡിനെയൊക്കെ സെക്യൂരിറ്റി ആയിട്ട് ഗൈഡിനെയൊക്കെ വിട്ടിട്ടാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പ്രത്യേകിച്ച് അപകടമുള്ളൊരു ഏരിയ ഒന്നും അല്ല. പിന്നെ നമുക്ക് ഇവിടെ കയറിയാല് വെയിലുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലതുപോലെ കാറ്റുള്ളൊരു സ്ഥലമാണ്. ചൂടറിയത്തില്ല, ക്ഷീണം അറിയത്തില്ല. നമ്മള് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഏരിയ ആണ്. ഇപ്പൊ മഴക്കാലത്തൊക്കെ ക്ലോസ് അങ്ങനെ ഇത് ഓപ്പൺ ആണോ ഇല്ലോ എന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പൊ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ഓൺലൈൻ ടിക്കറ്റ് ആണ്. ഇപ്പൊ ഓൺലൈൻ ബുക്ക് ചെയ്യാം. നമുക്ക് ഓൺലൈൻ പറ്റുമല്ലേ? ഓൺലൈൻ ബുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്കിത് നേരത്തെ സംസാരിക്കാം. അറിയിക്കാൻ പറ്റും. അപ്പൊ മാക്സിമം രാവിലെ എത്തുന്നതാണല്ലേ നല്ലത്? 7 മണിയോട് കൂടിയൊക്കെ എത്തുവാണെങ്കിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ടിക്കറ്റ് കൊടുത്തു തുടങ്ങും അല്ലേ? രാവിലെ കയറുന്ന നമുക്ക് നല്ലത്. വെയില് ഒത്തിരി ആവുന്നതിന് മുമ്പ് കയറിയാല് ക്ഷീണം അറിയാണ്ട് വേഗം അറിഞ്ഞു തരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ട്? ഇപ്പൊ വരുന്ന വഴിക്ക് ഒത്തിരി അട്ടകടിയൊക്കെ കിട്ടിയായിരുന്നു. അപ്പം അട്ടയുണ്ട്. അത് മഴക്കാലത്തെ ഉണ്ടാകലുള്ളൂ. അട്ട കടിക്കുന്നത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് ഇത്തിരി ഉപ്പോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചത് പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആർക്കും മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. പിന്നെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവരാനും പ്ലാസ്റ്റിക്കുകളൊന്നും കൊണ്ടുവരരുത്. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പിന്നെ ചില്ലുകുപ്പികളില് പിന്നെ വെള്ളം കൊണ്ടുവരാനാണ് പറഞ്ഞത്. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും കൈങ്ങോട്ട് കടത്തി വിടുന്നില്ല. വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. വേസ്റ്റ് ഇടാൻ പാടില്ല. പ്ലാസ്റ്റിക് അങ്ങനെ ഒരു സാധനം ഇടാൻ പാടില്ല. എല്ലാം ക്യാമറ നിരീക്ഷണത്തിലാണ്. എല്ലാം ക്യാമറ നിരീക്ഷണത്തിലാണ്. ഓക്കെ താങ്ക് യു ചേച്ചി. നമ്മൾ പോകുന്ന വഴി മൊത്തം ആനപ്പിണ്ടം എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അപ്പുറത്തെ മലകളിൽ ആനകൾ ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് ചില സമയത്ത് കാണാൻ പറ്റും. അതുപോലെ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഒച്ചയൊക്കെ ഇങ്ങനെ കേട്ടോണ്ടാണ് നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് ആദ്യം കാറ്റുകുന്ന് കയറും. കാറ്റുകുന്നിൽ നിന്നാണ് നമുക്ക് ബാണാസുര റിസർവോയർ അടിപൊളിയായിട്ട് കാണാൻ പറ്റുക. ഇതിപ്പം കാറ്റുകുന്ന് കയറി ഇറങ്ങുന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവരിനി ആനച്ചോലയിലോട്ട് പോവാണ്. നമുക്ക് കാറ്റുകുന്നിൽ നിന്നുള്ള ബാണാസുര റിസർവോയറിന്റെ കാഴ്ച കാണാം. കാറ്റുകുന്നിൽ അധികം കോടയില്ലാഞ്ഞുകൊണ്ട് റിസർവോയറിൻ്റെ ഒരു കാഴ്ച നമുക്ക് നല്ലപോലെ കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ആനച്ചോല ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കാണുമ്പം കുറച്ച് അടുത്താണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു മലയുണ്ട്, സായിപ്പ് കുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ സായിപ്പ് കുന്ന് മലയും കടന്നിട്ട് വേണം ആനച്ചോല എത്താൻ. ഇവിടെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നേരെ അങ്ങ് കയറിപ്പോയാൽ മതി. ഇപ്പോൾ വഴി പോലെയൊക്കെ നമുക്ക് കാണാം. അത് കയറി ചെല്ലുന്ന അവിടെയാന്ന് ഓർക്കും. പക്ഷെ നമ്മൾ ആ ഒരു ഇടയ്ക്കൊരു മലയും കൂടെ കയറി ഇറങ്ങണം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും സ്പീഡിൽ അവിടെ എത്തത്തില്ല. പിന്നെ ഇവർ പോകുന്ന വഴിയൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പുല്ലൊക്കെ അത്യാവശ്യം വെട്ടി വഴി അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തെന്നാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ പോകുന്ന വഴിയൊക്കെ നല്ല അട്ടയുണ്ടായിരുന്നു. അട്ടകടി നമുക്ക് എന്തായാലും കിട്ടും. അതുകൊണ്ടൊരു സാനിറ്റൈസർ കരുതുക. ആനച്ചോലയിൽ അത്രയും വലിയ ഒരു ഓപ്പൺ സ്പേസിൻ്റെ അവിടെ ഒരു മരമുണ്ട്. ആ ഒരു മരത്തിൻ്റെ അവിടെ വരെയാണ് നമ്മുടെ ഫൈനൽ പോയിന്റ്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തി. രാവിലെ വന്ന ടീം എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവരും അവരുടെ ഗൈഡ് എല്ലാവരും ആ ഒരു മരത്തണലിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ ടീം എല്ലാവരും തന്നെ കയറി വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 1-2 പേര് ആദ്യമേ എത്തി. അങ്ങനെ ഞാൻ ഏറെ ആഗ്രഹിച്ച് 2 ദിവസം സൈക്കിളൊക്കെ ചവിട്ടി ഒടുവിൽ ട്രെക്കിങ്ങും കംപ്ലീറ്റ് ചെയ്ത് പോവാണ് വയനാട്ടിൽ നിന്ന്.
അപ്പോൾ ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സഹായിച്ചത് അർജുൻ, ബിജിൻ, അനൂപ്, സായിനാഥ്, ബാക്കർ എന്നീ ഒരു പെട്ടെന്ന് പരിചയപ്പെട്ട ഒരു 5 ഫ്രണ്ട്സാണ് കേട്ടോ. അവരുടെ കൂടെയാണ് ഇന്നത്തെ ദിവസം മൊത്തം ട്രക്ക് ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് ചെമ്പ്രയെന്ന പോസ്റ്റ് കിട്ടി ഇങ്ങോട്ട് വന്നതാണ്. അവരുടെ കൂടെ അടിച്ചു പൊളിച്ച് എന്തായാലും ട്രക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പം തിരിച്ച് ഇവരുടെ കൂടെ മേപ്പാടിക്ക് പോയിട്ട് അവിടെ നിന്ന് എനിക്ക് എറണാകുളം റിട്ടേൺ പോകണം. അപ്പോൾ മേപ്പാടിയിലോട്ട് നമ്മുടെ ഇന്നലെ സ്റ്റേ എടുത്ത അവിടുത്തെ സോജി ചേട്ടൻ സൈക്കിൾ എത്തിച്ചു തരും. സൈക്കിൾ എൻ്റെ കുറച്ച് ബാഗുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ഇങ്ങോട്ട് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് സാധനങ്ങളൊന്നും എടുത്തില്ല. ഈവൻ ഗോപ്രോയൊക്കെ ഇവരുടെ പവർ ബാങ്കിലൊക്കെ ചാർജ് ചെയ്താണ് മൊത്തം വീഡിയോ എടുത്തത്. ചെമ്പ്ര മല കയറാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ബാക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. എന്തായാലും അടുത്ത തവണ വയനാട് വരുമ്പോൾ തീർച്ചയായിട്ടും ചെമ്പ്രയും നമ്മൾ പോകാത്ത എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാം. അപ്പം അടുത്തൊരു റൈഡ് സീരീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വയനാട് റൈഡ് സീരീസിൻ്റെ ആദ്യത്തെ 2 പാർട്ട് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അതും സാധിക്കുന്നവർ കാണുക. താങ്ക് യു.